ഗൈസ്, ഞാൻ കണ്ടു എൻ്റെ ആ പഴയ ലാലേട്ടനെ. മോഹൻലാൽ തുടരും. ശോഭന ലാലേട്ടൻ കോംബോ. ഈ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമ കാണാൻ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാര്യം അവരുടെ നമുക്കറിയാം, ഈ മുൻപ് ഇറങ്ങിയ എല്ലാ സിനിമകളും, അതിലൊരു ഭൂരിഭാഗം സിനിമകളും ഹിറ്റായിരുന്നു. പിന്നെ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ലാലേട്ടൻ എന്താണോ അതെനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടി. ഞാൻ നല്ല സെക്കൻഡ് ഷോ കണ്ട് ഇറങ്ങിയിട്ട് ഇപ്പോഴും ആ സിനിമയിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് വെച്ചാൽ, കുറച്ച് വർഷങ്ങളായിട്ട് ലാലേട്ടൻ്റെ പല സിനിമകളും ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന, നമ്മൾ എന്ന് പറയുന്നില്ല, ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ലാലേട്ടനൊന്നും എനിക്ക് അതിനകത്ത് കിട്ടിയിരുന്നില്ല. ഈവൻ എമ്പുരാനാണെങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആ ലെവലിലേക്ക് ഒന്നും ആ സിനിമ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ആവറേജ് ലെവലിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ പണ്ട് കണ്ടിരുന്ന ലാലേട്ടൻ, അതായത് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിരുന്ന, എന്താ പറയാ, ഒരുപാട് ചിന്തിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ രംഗങ്ങളിലൂടെ നമ്മളെ കരയിപ്പിച്ചിരുന്ന, എല്ലാം ഫുള്ളി ഒരു എന്റർടൈൻമെന്റ് മൂവി തന്നെയാണ്. കാര്യം എല്ലാം ഉണ്ട് അതിനകത്ത്. ആ ഈ സിനിമ തുടങ്ങുന്നത് വളരെ പതിയെ ഒരു ഒരു ഉരുൾപൊട്ടൽ സംഭവങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട്, പിന്നെ ആ ഒരു സിനിമ ഫാമിലി സ്റ്റോറി, ഒരു ഫീൽ ഗുഡ് ലെവലിലേക്ക് കയറി, കുറച്ച് ഡ്രാമാറ്റിക് മൂമെന്റ്സിലോട്ട് എത്തി, പിന്നെ ഇമോഷണൽ ട്രാക്കിലോട്ട് എത്തി, പിന്നെ അത് ത്രില്ലർ ജോണറിലേക്ക് മാറുകയാണ്. അതായത് കംപ്ലീറ്റ് എല്ലാ ജോണറും കൂടി ഒരു മിക്സ് സാധനം എന്ന് തന്നെ പറയാം. കാര്യം എന്റർടൈൻമെന്റ്, അതാണ് മെയിൻ ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ലാലേട്ടന്റെ എല്ലാ കാര്യങ്ങളും, അതായത് ലാലേട്ടനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് ചിരിപ്പിച്ചു, ഒരുപാട് ഇമോഷണൽ രംഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് ചിന്തിപ്പിച്ചു, അതുപോലെ ഇമോഷണൽ രംഗങ്ങൾ കുറച്ചൊന്ന് കരയിപ്പിച്ചു, ഇങ്ങനെ എല്ലാം ഈ ഒരു സിനിമയിലൂടെ ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ, ആളുടെ ആക്ടിങ് സ്കില്ല് മൊത്തം എന്താണെന്ന് മനസ്സിലാക്കി അതറിഞ്ഞ് പണിതിരിക്കുകയാണ് തരുൺ മൂർത്തി. ഹാറ്റ്സ് ഓഫ് മാൻ. തരുൺ മൂർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക, ഈ രണ്ട് സിനിമകളൂടെയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഡയറക്ടറുമാണ് പേഴ്സണലി. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നല്ല പ്രതീക്ഷയുള്ളൊരു സിനിമയായിരുന്നു. എമ്പുരാനേക്കാൾ പ്രതീക്ഷ തോന്നിയൊരു സിനിമയായിരുന്നു. ആ പ്രതീക്ഷ ഒന്നും തെറ്റിക്കാതെ ഞാൻ എന്താണോ വർഷങ്ങളായിട്ട് ലാലേട്ടനെ ഇപ്പൊ പലരും ട്രോളുകളും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ പേഴ്സണലി കാണാൻ ആഗ്രഹിച്ചിരുന്ന ലാലേട്ടൻ എന്താണോ അത് ഈ സിനിമയിൽ നിന്നാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. ലാലേട്ടനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അറിയാവുന്ന ഒരു ഡയറക്ടറെ അടുത്ത് ആളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആള് ചെയ്തോളൂ. ആളുടെ ഒരു സ്കിൽസും ഒന്നും എവിടെയും പോയിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് തുടരും. ഈ സിനിമയുടെ ഭൂരിഭാഗം കുറെ ഡീറ്റെയിലിംഗ് ആയിട്ടോ സ്റ്റോറി ആയിട്ടോ ഒന്നും എനിക്ക് ഇതിനകത്ത് പോകാൻ താല്പര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. കാരണം ഒന്നും ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന് എടുത്തു പറയാവുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഒന്ന് ലാലേട്ടന്റെ പെർഫോമൻസ്, ഒന്നും പറയാനില്ല. പിന്നെ BGM. നമ്മൾ എംപുരാനിൽ ഇപ്പോഴും ഞാൻ സ്റ്റിൽ ആ ഒരു ഭയങ്കരമായിട്ട് ഇപ്പൊ OTT കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ അതിന്റെ BGM കാര്യങ്ങളായിരുന്നു. കാരണം നല്ലൊരു മാസ് സീൻസുകൾ വളരെ പരിതാപകരം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വളരെയധികം മോശമായിട്ടായിരുന്നു എംപുരാനിൽ ചെയ്തു വെച്ചിരുന്നത്. പക്ഷേ ഇതിൽ ജെയ്ക്സ് ബിജോയ് ചെയ്തു വെക്കുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടാറ് പണി തന്നെയാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിഡിലനായിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എല്ലാ BGM കാര്യങ്ങളും. പിന്നെ സന്ദർഭത്തിന് അനുയോജ്യമായി, സിറ്റുവേഷൻ അനുയോജ്യമായ മ്യൂസിക്സ് കാര്യങ്ങൾ, BGM എല്ലാം വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. പിന്നെ ഇതിനകത്ത് ഒരു പെർഫോമൻസ് ചെയ്യാൻ ഒരു വില്ലൻ, ആളുടെ ഫസ്റ്റ് സിനിമ എന്ന് തോന്നുന്നു, ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒന്നും പറയാൻ പറ്റുന്നില്ല കൂടുതലായിട്ട്. അത്രയും ഗംഭീരമായിട്ട് തന്നെ ആള് പണി വെച്ചു. കാരണം ഫസ്റ്റ് സിനിമയാണെന്ന് ഒട്ടും തോന്നിക്കാത്ത തരത്തിലാണ് ആള് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില സീൻസിൽ ലാലേട്ടന്റെ കുറച്ച് മുകളിലേക്ക് കയറി നിൽക്കുന്ന പോലെയും തോന്നി. കാരണം അത്രയും ഗംഭീരമായിരുന്നു. ലാലേട്ടൻ മോശമായി എന്നല്ല ഞാൻ പറയുന്നത്, ചില സീൻസ് അങ്ങനെയായിരുന്നു. അത്ര ഗംഭീരമായിട്ടായിരുന്നു ചെയ്തു. പിന്നെ ശോഭനയുടെ പെർഫോമൻസ്, ലാലേട്ടന്റെ മോനായിട്ട് അഭിനയിച്ച എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഇർഷാദ് ഉണ്ട്, പിന്നെ മണിയമ്പിള്ള രാജു, ഇവരുടെയൊക്കെ പെർഫോമൻസ് നല്ലതായിരുന്നു. ടോട്ടലി ഒരു പുതുമ തോന്നിക്കുന്ന കഥയല്ല. പക്ഷേ ആ ഒരു നമ്മൾ എവിടേക്കോ ചില സിനിമകൾ ഓർത്ത് പോവുമെങ്കിലും ആ ഒരു കഥയെ നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ്, പണിത് വെച്ചിട്ടുണ്ട് തരുൺമൂർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ലാലേട്ടനെ എങ്ങനെയാണോ നിങ്ങൾ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടും. കാര്യം എന്താ പറയുക, നമ്മൾ 80s-ലും 90s-ലും ഒക്കെ ലാലേട്ടൻ നമ്മൾ ഒരുപാട് സിനിമകൾ ഇതേപോലെ ഒരുപാട് ചിരിപ്പിച്ച ലാലേട്ടൻ ശോഭന കോമ്പൽ വരുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് ഓർത്തു പോകും. അതുപോലെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അത്യാവശ്യം ത്രില്ലിങ് എലമെന്റ്സും ഷോർട്സും ഒക്കെ വരുന്ന ഒരു സിനിമകൾ തന്നെയാണ്. പിന്നെ എടുത്തു പറയാൻ മറ്റൊരാളുടെ പെർഫോമൻസ്, ബിനു പപ്പു. ആളുടെ വേറൊരു രൂപം, വിശ്വരൂപം കണ്ടു എന്ന് തന്നെ പറയാം. അത്ര ഗംഭീരമായിട്ട് തന്നെ ആളും ചെയ്തിട്ടുണ്ട്. കൂടുതലൊന്നും പറയാൻ പറ്റില്ലടി.
എത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല എല്ലാവരും പെർഫോമൻസ് വൈസും എനിക്ക് ഒട്ടും എവിടെയും ഒരു ഇഴച്ചിലോ ഒന്നും തോന്നിയില്ല. കാര്യം ആ സിനിമയിൽ അങ്ങോട്ട് കണക്റ്റായി. ചില സീൻസിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണ് നനഞ്ഞും പോയി. അത്രേ ഈ സിനിമയെ പറ്റി ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. ഇപ്പോഴും ചില ആൾക്കാർ സിനിമയെ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ പുറത്തു വിടുന്നുണ്ട്. അങ്ങനെയുള്ളവർ പറയാനുള്ളത് സ്റ്റോറി ഒന്നും പറയില്ല. കാര്യം പ്രേക്ഷകർ കണ്ട് മനസ്സിലാക്കി അങ്ങനത്തെ സിനിമ തന്നെയാണ്. അതൊന്നും ഒട്ടും സ്റ്റോറിയൊക്കെ ഇരുന്ന് ഡീറ്റെയിലിംഗ് ആയിട്ടിരുന്ന് പറയുന്നത് ഒരുപാട് പേരെ കണ്ടു. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാതെ. കാരണം എല്ലാവരും പോയി കാണട്ടെ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. മോഹൻലാൽ തുടരും.